നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പഠിച്ചു പണി 18 നോക്കിയിട്ടും യുക്രൈന്റെ നാറ്റോ മോഹം വ്യാമോഹമായി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അഥവാ നാറ്റോ ആണ് റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ മൂലകാരണം. 1949 നാറ്റോ നിലവിൽ വരുന്നത്. യുക്രൈൻ നാറ്റോയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുകയും റഷ്യ അതിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുന്നതോടെയാണ് കാര്യങ്ങൾ വഷളായി തുടങ്ങിയത്. യുക്രൈൻ നാറ്റോയിൽ ചേർന്നാൽ നാറ്റോ സൈന്യം യുക്രൈൻ റഷ്യ അതിർത്തിയിലെത്തുമെന്നാണ് റഷ്യ ഭയപ്പെടുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം കിഴക്കൻ യൂറോപ്പിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ സോവിയറ്റ് യൂണിയൻ വിസമ്മതിക്കുകയും 1948 ജർമ്മനിയെ വളയുകയും ചെയ്തു. ഇതാണ് നാറ്റോ രൂപീകരണത്തിലേക്ക് നയിച്ച പ്രധാന സംഭവം. സോവിയറ്റ് യൂണിയൻ തകർന്നതോടെ 1991 ഡിസംബർ 25 15 പുതിയ രാജ്യങ്ങൾ രൂപപ്പെട്ടു. അർമേനിയ, അസർബൈജാൻ, ബെലാറസ്, എസ്തോണിയ, ജോർജിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ലാത്വിയ, ലിത്വാനിയ, മോൾഡോവ, റഷ്യ, താജിക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, യുക്രൈൻ, ഉസ്ബെക്കിസ്ഥാൻ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് നാറ്റോ രാജ്യങ്ങളായി ചേർന്നത്. 1917 മുൻപ് റഷ്യയും യുക്രൈനും റഷ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. സോവിയറ്റ് യൂണിയൻ വീണതിനു ശേഷം 1991 യുക്രൈൻ സ്വാതന്ത്ര്യം നേടുന്നത്. യുക്രൈന്റെ കിഴക്കൻ ഭാഗത്ത് താമസിക്കുന്ന യുക്രൈനികൾ റഷ്യയുമായി കൂടുതൽ അടുപ്പമുള്ളവരാണ്. എന്നാൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള യൂറോപ്യൻ യൂണിയനോട് താല്പര്യമുള്ളവർ തികഞ്ഞ റഷ്യ വിരുദ്ധരുമാണ്. കിഴക്കൻ യൂറോപ്പിൽ ഇനിയും നാറ്റോയുടെ വ്യാപനം അനുവദിക്കുകയാണെങ്കിൽ അത് തങ്ങൾക്ക് അത്ര നല്ലതല്ല എന്ന ബോധ്യം റഷ്യയ്ക്കുണ്ട്. ഇത് അവസാനിപ്പിക്കണമെന്നതാണ് റഷ്യയുടെ പ്രധാന അജണ്ട. യുക്രൈന് അംഗത്വം നൽകില്ല എന്ന് നാറ്റോ ഉറപ്പു നൽകണമെന്നതായിരുന്നു പുടിന്റെ ആവശ്യം. നാറ്റോ 1997 മുൻപുള്ള നിലയിലേക്ക് പിന്മാറണമെന്നും റഷ്യയുടെ അയൽപ്പക്കത്ത് ആയുധങ്ങൾ വിന്യസിക്കുന്നത് നിർത്തണമെന്നും റഷ്യ ആവശ്യപ്പെടുന്നു. യുക്രൈൻ നാറ്റോ അംഗമാകുന്നതിന് മുൻപ് അവരെ വരുതിയിലാക്കിയില്ലെങ്കിൽ വൻ സുരക്ഷാ ഭീഷണിയാണ് തങ്ങൾക്കുണ്ടാകുക എന്ന കൃത്യമായ ബോധ്യമാണ് യുദ്ധം പ്രഖ്യാപിച്ച അധിനിവേശത്തിലേക്ക് കടക്കാൻ റഷ്യയെ പ്രേരിപ്പിച്ചത്. യുക്രൈൻ നാറ്റോയിൽ അംഗത്വമെടുത്താൽ അത് ലോകരാജ്യങ്ങൾക്ക് തന്നെ വൻ തലവേദനയാകും എന്നാണ് ഇപ്പോൾ പറയുന്ന റിപ്പോർട്ടുകൾ. അമേരിക്ക പോലും ഭയക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ ശേഖരമുള്ള രാജ്യമായ റഷ്യയോട് ഇതിന്റെ പേരിൽ കൊമ്പ് കോർക്കാനൊന്നും ലോകരാജ്യങ്ങൾ ആരും തന്നെ തയ്യാറല്ല താനും. പണ്ടേ പിന്നിൽ നിന്ന് മാത്രം കളിച്ച് ലാഭമുണ്ടാക്കുന്ന അമേരിക്ക പോലും യുക്രൈനെ മുൻനിർത്തിയാണ് റഷ്യയോട് പടപൊരുതുന്നത്. ഇതിനിടെയാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ രംഗത്തെത്തിയിരിക്കുന്നത്. നാറ്റോയിൽ ചേരാനുള്ള യുക്രൈന്റെ നീക്കത്തെ പിന്തുണയ്ക്കുന്നതിന് പകരമായി സെലൻസ്കി തനിക്ക് 500 മില്യൺ യൂറോ കൈക്കൂലി നൽകാൻ ശ്രമിച്ചതായാണ് സ്ലോവാക്ക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതും മരവിപ്പിച്ച റഷ്യയുടെ ആസ്തിയിൽ നിന്നാണ് 500 മില്യൺ യൂറോ കൈക്കൂലി നൽകാൻ സെലൻസ്കി പറഞ്ഞിട്ടുള്ളതും. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുടെ ഉച്ചകോടിക്കിടെ സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെ വ്യാഴാഴ്ച ബ്രസൽസിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ഫിക്കോ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. യുക്രൈനിന്റെ നാറ്റോ അംഗത്തെ അനുകൂലിക്കുന്ന തരത്തിൽ സ്ലോവാക്യയുടെ നിലപാടിൽ യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല എന്ന നിലപാട് സ്ലോവാക്യയുടെ പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു. ഇതോടെ സ്ലോവാക്യയും യുക്രൈനും തമ്മിലുള്ള ബന്ധത്തിൽ വളരെ വലിയ വിള്ളൽ വരാനാണ് ഇനി സാധ്യതയുള്ളത്. യുക്രൈനിലൂടെ കടന്നുപോകുന്ന റഷ്യൻ പ്രകൃതിവാതക വിതരണത്തെ വളരെയധികം ആശ്രയിക്കുന്ന രാജ്യമാണ് സ്ലോവാക്യ. പ്രകൃതിവാതക വിതരണത്തിൽ റഷ്യ, യുക്രൈൻ രാജ്യങ്ങൾ തമ്മിലുള്ള പിരിമുറുക്കം ഉയരുന്നത് ഇതാദ്യമായല്ല. അത് 1993 മുതലാണ് ആരംഭിച്ചിട്ടുള്ളത്. പ്രകൃതിവാതക വില, കടങ്ങൾ, ട്രാൻസിറ്റ് ഫീസ് എന്നിവയെ ചൊല്ലി റഷ്യയുമായുള്ള യുക്രൈന്റെ തർക്കങ്ങളുടെ ചരിത്രം കണക്കിലെടുക്കുമ്പോൾ സ്ലോവാക്യയുടെ ആശങ്കകൾ തീർത്തും പ്രസക്തം തന്നെയാണ്. 2006 റഷ്യ യുക്രൈനിലേക്കുള്ള പ്രകൃതിവാതക വിതരണം നിരോധിക്കുന്നത്. സ്ലോവാക്യ ഉൾപ്പെടെ നിരവധി യൂറോപ്യൻ രാജ്യങ്ങളെയാണ് ഈ നിരോധനം അന്ന് ബാധിച്ചത്. പ്രകൃതിവാതക പ്രതിസന്ധി ഒഴിവാക്കാൻ സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോ ബദൽ മാർഗങ്ങളുടെ ആവശ്യകത ചൂണ്ടിക്കാട്ടി പ്രകൃതിവാതക വിതരണ ലൈനുകൾ വൈവിധ്യവൽക്കരിക്കുന്നതിനും പുതിയ ട്രാൻസിറ്റ് റൂട്ടുകൾ കണ്ടെത്തുന്നതിലൂടെയും യുക്രൈനിലൂടെയുള്ള റഷ്യൻ വാതക ഗതാഗതത്തെ ആശ്രയിക്കുന്നതിൽ സ്ലോവാക്യയ്ക്ക് മോചനം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. യുക്രൈനിന്റെ നാറ്റോ പ്രവേശനത്തോടുള്ള ഫിക്കോയുടെ എതിർപ്പ് റഷ്യയുമായി നല്ല ബന്ധം നിലനിർത്താനും മേഖലയിലെ സംഘർഷങ്ങൾ ഒഴിവാക്കാനുമുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞത് തന്നെയാണ്. സൈനിക പരിഹാരങ്ങൾ പിന്തുടരുന്നതിനു പകരം യുക്രൈനിലെ സംഘർഷത്തിന് സമാധാനപരമായ പരിഹാരത്തിന്റെ ആവശ്യകതയാണ്
അദ്ദേഹം ഊന്നി പറഞ്ഞത്. യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ ആദ്യം മുതൽക്ക് തന്നെ ഫിക്കോയുടെ സർക്കാർ നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതേസമയം സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്ക് കൈക്കൂലി നൽകാനുള്ള യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ ശ്രമത്തെ ശക്തമായി അപലപിച്ച് യുക്രൈനിയൻ പ്രതിപക്ഷ MP ആർട്ടിയോം ദിമുട്രുക്കും രംഗത്തെത്തിയിരിക്കുകയാണ്. ആഗോളതലത്തിൽ യുക്രൈന് നാണക്കേട് ഉണ്ടാക്കിയിരിക്കുകയാണ് സെലൻസ്കിയുടെ ഈ പ്രവർത്തനങ്ങൾ എന്നാണ് ദിമിട്രുക്ക് കുറ്റപ്പെടുത്തുന്നത്. പ്രോസിക്യൂഷൻ ഭയന്ന് യുക്രൈനിൽ നിന്ന് പലായനം ചെയ്ത് പ്രതിപക്ഷ MP എന്ന നിലയിൽ സെലൻസ്കിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ദിമിട്രുക്കിന്റെ വിമർശനം പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നതുമാണ്. സെലൻസ്കിയുടെ നേതൃത്വത്തെക്കുറിച്ചും തീരുമാനങ്ങൾ എടുക്കുന്നതിലും ചില യുക്രൈനിയൻ രാഷ്ട്രീയക്കാർക്കും പൗരന്മാർക്കും ഇടയിൽ വർദ്ധിച്ചുവരുന്ന ആശങ്കയെ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നുണ്ട്. കാസിനോ അടക്കമുള്ള ആഡംബര വസ്തുക്കൾക്കായി സെലൻസ്കി പാശ്ചാത്യ സഹായം ചെലവഴിക്കുന്നു എന്ന അവകാശവാദങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുകയാണ്. യുക്രൈന്റെ നാറ്റോ പ്രവേശനം എന്തായാലും അനിശ്ചിതത്വത്തിൽ തന്നെയാണ്. അംഗത്വത്തിന് ആവശ്യമായ വിവിധ വ്യവസ്ഥകളും പരിഷ്കാരങ്ങളും ഇനിയും ആ രാജ്യം പാലിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ സെലൻസ്കിയുടെ പിടിവാശി കൊണ്ട് ഒരു രാജ്യം മുഴുവൻ അശാന്തമാവുകയും ആഗോളതലത്തിൽ പരിഹാസപാത്രവുമായി മാറുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. മലയാളി വാർത്ത ഇൻസൈഡ്.